ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലെത്തുന്നത് സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്ത് നിവിൻ പോളി അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ആവും എന്നുറപ്പുള്ളൊരു ചിത്രത്തിൻ്റെ റിവ്യൂമായിട്ടാണ്. മറ്റൊന്നുമല്ല, സഖാവ് എന്ന ചിത്രത്തിൻ്റെ റിവ്യൂമായിട്ടാണ്. ഓക്കെ, നിവിൻ പോളി തൻ്റെ കരിയറിൽ മികച്ചൊരു അഭിനയം തന്നെ കാഴ്ചവെച്ചൊരു ചിത്രം തന്നെയാണെന്ന് സഖാവിനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, രണ്ട് കാലഘട്ടത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിലെ കഥ ഒരുക്കിയിട്ടുള്ളത്. കോട്ടയം ജില്ലയിലെ പീറമേട് എന്ന ഭാഗത്ത് തേയില ഫാക്ടറിക്കാരുടെ സമരത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിലെ മുൻകാല കമ്മ്യൂണിസം എങ്ങനെ വളർന്നു എന്നും അതിനെ എത്രത്തോളം ഓരോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും എത്രത്തോളം ഊർജം പകർന്നു നൽകുമെന്നും വ്യക്തമായി ഇതിൽ കാണിച്ചു തരുന്നു. പിന്നെ ഏറ്റവും അടുത്ത കാലത്ത് ആയിട്ടും ഇതിലൊരു യഥാർത്ഥ കമ്മ്യൂണിസം എങ്ങനെയാണെന്നും ഇതിനെ ഓരോ ചെറുപ്പക്കാരും എന്താണ് കമ്മ്യൂണിസം എന്നും കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് പാർട്ടിയിൽ എന്തൊക്കെ നേട്ടങ്ങൾ നേടിത്തരും എന്നും നമുക്ക് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇതിൽ കാണിച്ചു തരുന്നത്. കോട്ടയം ജില്ലയിലെ പീളമേട് എന്ന സ്ഥലത്ത് തേയില ഫാക്ടറി സമരത്തിൽ മുൻനിരയിൽ നിന്ന് സഖാവ് കൃഷ്ണൻ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണിയിച്ചൊരുക്കുന്നതാണ് ഒരു കഥ. പിന്നെ ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഹോസ്പിറ്റലിൽ കിടക്കുകയും അവർക്ക് രക്തം കൊടുക്കാൻ വേണ്ടി എത്തുന്ന ഒരു പുതിയൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറയാം, കമ്മ്യൂണിസ്റ്റ് ചെറുപ്പക്കാരൻ്റെയും കഥയാണിത് പറയുന്നത്. രണ്ട് കാലത്തെ കമ്മ്യൂണിസം എങ്ങനെയായിരുന്നെന്നും സമൂഹം കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഈ ചിത്രം നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത്. താങ്കളൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയും കമ്മ്യൂണിസ്റ്റ് ആശയം ഇഷ്ടമാവുന്ന ഒരാളുമാണെങ്കിൽ തീർച്ചയായും ധൈര്യമായി നിങ്ങൾക്ക് ഇതിൻ്റെ ടിക്കറ്റ് എടുത്ത് സിനിമയിൽ കാണാം, തിയേറ്ററിൽ പോയി കാണാം. കാരണം അത്രക്കും കമ്മ്യൂണിസം കോരിത്തൊരിപ്പിച്ച് നമ്മളെ രക്തം അല്ലെങ്കിൽ രോമം എണീപ്പിച്ച് നിർത്തുന്ന പല രംഗങ്ങളും ഡയലോഗുകളുമായിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോയത് തന്നെ. ഓക്കെ, സിദ്ധാർത്ഥ് ശിവയുടെ സംവിധാനം അടിപൊളിയായിരുന്നു. ഓരോ രംഗങ്ങളും നമുക്ക് കോരിത്തരിപ്പിക്കുന്ന അനുഭവം തന്നെയാണ് തിയേറ്ററിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. ഒരു രാഷ്ട്രീയ സിനിമ എന്നതിനെ കാഴ്ചപ്പാട് വെച്ച് കാണുകയാണെങ്കിൽ ഇതിലെ ഓരോ രംഗങ്ങളും കോരിത്തരിപ്പിക്കുന്ന രംഗമായിട്ടാണ് ഫസ്റ്റ് ഹാഫ് മുന്നോട്ട് പോയത്. എന്നാൽ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കുറച്ച് ഭാഗം നമുക്ക് കുറച്ച് മടുപ്പ് തോന്നിപ്പിക്കുന്ന രംഗങ്ങളാണ്. പെട്ടെന്ന് കഴിഞ്ഞ് പോയെങ്കിൽ എന്ന് വരെ തോന്നിപ്പിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ടെങ്കിലും അവസാന ഭാഗത്തേക്ക് വീണ്ടും നമ്മുടെ മുമ്പ് എങ്ങനെയായിരുന്നോ നമുക്ക് ഊർജം നൽകിയിരുന്നത് കഥ, അതേ ട്രാക്കിലേക്ക് വീണ്ടും കഥ എത്തിക്കുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടും ഒരു കമ്മ്യൂണിസ്റ്റ് സിനിമ എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ടൈറ്റിൽ തന്നെ നമുക്ക് ഇന്നത്തെയും പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ഓരോ പിക്ചേഴ്സ് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ടൈറ്റിൽ തുടങ്ങുന്നത് തന്നെ. പിന്നെ നിവിൻ പോളിയുടെ അഭിനയം സൂപ്പറായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഇതിലൊരു സോങ് മനോഹരമായിരുന്നു. നായിക പ്രാധാന്യമില്ലാത്തൊരു ചിത്രം തന്നെയാണ് ഇത്. എന്നാലും സമരകാലത്തെ ഓരോ ക്രൂര അനുഭവങ്ങളും എങ്ങനെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ സ്ഥലങ്ങളിലും കെട്ടിപ്പൊക്കിയെന്നതിനും ഈ ചിത്രത്തിൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഒരു നേതാവ് എങ്ങനെയാവണം എന്നുള്ളതും ഒരു നേതാവിൻ്റെ നിന്നും സമൂഹം എന്ത് പ്രതീക്ഷിക്കുന്നു എന്നും നമുക്ക് ഈ ചിത്രം വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് കാലഘട്ടത്തിൻ്റെ കഥയാണിത് പറയുന്നത്. രണ്ട് കാലഘട്ടത്തിലെ കഥയാണ് പറയുന്നതെങ്കിലും നമുക്കത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഓരോ രംഗങ്ങളുമായിട്ടാണ് ഈ ചിത്രം മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിത് ഇഷ്ടമായി. അതുപോലെ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് അനുഭവം അല്ലെങ്കിൽ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചിത്രം ഇഷ്ടപ്പെടും. ഞാനിതിന് കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ 3 റേറ്റിംഗ് കൊടുക്കുന്നത്. തീർച്ചയായും നിങ്ങളിത് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമാവും.